സംസ്ഥാനത്തെ 7 ജില്ലകൾ നാളെ പോളിംഗ് സ്റ്റേഷനിലേക്ക്. ഇന്ന് വൈകുന്നേരത്തോടെ വോട്ടെടുപ്പിനായി 10,096 പോളിംഗ് സ്റ്റേഷനുകൾ ഒരുങ്ങും. ഇന്ന് സ്ഥാനാർത്ഥികളും മുന്നണികളും നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ്. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് എന്നീ 7 ജില്ലകളിലെ വോട്ടർമാരാണ് നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുക. 1119 തദ്ദേശ സ്ഥാപനങ്ങളിലെ 9,220 വാർഡുകളിൽ 10,096 ബൂത്തുകളാണ് തെരഞ്ഞെടുപ്പിനായി സജ്ജമാക്കുന്നത്. ആദ്യഘട്ടത്തിൽ 1.11 കോടി വോട്ടർമാർ 31,161 സ്ഥാനാർത്ഥികളുടെ രാഷ്ട്രീയ ഫലം നിശ്ചയിക്കും. 4 കോർപ്പറേഷനുകളിലും തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടത്തിൽ തന്നെ പൂർത്തിയാകുന്നുണ്ട്. വോട്ടെടുപ്പിനായി ശക്തമായ സുരക്ഷാ സന്നാഹങ്ങളാണ് സംസ്ഥാനത്തെമ്പാടും ഒരുക്കുന്നത്. 3,800 സേനാംഗങ്ങളെയാണ് ആദ്യഘട്ടത്തിൽ വിവിധ ജില്ലകളിൽ വിന്യസിക്കുക. കേരളത്തിന് പുറമെ കർണാടകത്തിൽ നിന്നുള്ള 10 കമ്പനി പോലീസും സുരക്ഷയ്ക്കായി വിന്യസിക്കപ്പെടും. കടുത്ത രാഷ്ട്രീയ പോരാട്ടത്തിനൊടുവിൽ അവസാന വോട്ടും ഉറപ്പിക്കാനുള്ള നിശബ്ദ പ്രവർത്തനമാകും സ്ഥാനാർത്ഥികളും മുന്നണികളും ഇന്ന് നടത്തുക. അവധി ദിനമായതിനാൽ കാണാനാകാതിരുന്ന വോട്ടർമാരെ തേടി സ്ഥാനാർത്ഥികളെത്തും. ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിനൊപ്പം പ്രാദേശിക വിഷയങ്ങളും ചർച്ചയായ തെരഞ്ഞെടുപ്പാണിത്. ബീഫും മുസ്ലിം ലീഗ് ബന്ധവും തുടങ്ങി ബാറിലൂടെ ശാശ്വതീകാനന്ദയുടെ മരണത്തിലെ പുനരന്വേഷണത്തിലെത്തി നിൽക്കുന്നു പ്രചരണ വിഷയങ്ങൾ. ബാർക്കോഴ വിധിയെ മറികടക്കാൻ ശാശ്വതീകാനന്ദയുടെ മരണത്തിലേക്ക് വിഷയമെത്തിക്കാൻ പുനരന്വേഷണം പ്രഖ്യാപിച്ചത് വഴി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വിധിയെഴുത്തിൽ മനസ്സിലാക്കാം. ഭരണത്തുടർച്ചയ്ക്ക് UDF-ഉം തിരിച്ചുവരവിന് LDF-ഉം പുതിയ ഉണർവിന് BJP-യും കച്ചമുറുക്കിയതോടെ വോട്ടെടുപ്പും സജീവമാകുമെന്നാണ് പ്രതീക്ഷ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.